ഇനി എക്സ്പൾസിനും KLX-നും പണിയായിട്ടാണ് ഹോണ്ടയുടെ ഏറ്റവും പുതിയ XR300L വന്നിരിക്കുന്നത്. ഈ ബാക്കിലിരിക്കുന്നതാണ് നമ്മുടെ വണ്ടി. ഒരു ഡുവൽ സ്പോർട്ട് വണ്ടിയാണ്, പക്ക ട്രെയിൽ ബൈക്ക് എന്ന് തന്നെ വേണേൽ പറയാം. ലോങ് ട്രാവൽ സസ്പെൻഷൻ, 21 ഇഞ്ച് വീൽസ്, റിയർലി ലിങ്ക് ടൈപ്പ് സസ്പെൻഷനൊക്കെയാണ് കൊടുത്തേക്കണം ഫോർ ബെറ്റർ കംഫർട്ട്. പിന്നെ ഇതിന് വന്നേക്കുന്ന ഒരു 300cc എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. നമുക്കൊരു ഓയിൽ കൂളറൊക്കെ ഈ സൈഡിൽ കാണാൻ പറ്റും. അത് കൂടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 24 bhp 26 Nm ഓഫ് ടോർക്ക് എന്ന് പറയപ്പെടുന്നു. പുറത്തേക്ക് അവർ വിട്ടിട്ടില്ല. ഹോപ്പ്ഫുള്ളി 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആയിരിക്കും. പക്ഷേ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഡുവൽ ചാനൽ ABS ഉണ്ട്, ഫ്രണ്ട് 21 ആൻഡ് റിയർലി 18 ഇഞ്ച് ഡുവൽ പർപ്പസ് വീൽസ് ആണ് നമുക്ക് ഈ വണ്ടിക്ക് കാണാൻ പറ്റുക. സീറ്റ് ഒക്കെ നോക്കി, ആ ഒരു സിംഗിൾ സീറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്സ്വെപ്റ്റ് എക്സോസ്റ്റ്, ആ ഒരു ടെയിൽ സെക്ഷനൊക്കെ പക്ക ഒരു ട്രെയിൽ ബൈക്ക് എങ്ങനെയാണോ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്. ഒരു ക്ലസ്റ്റർ നമുക്ക് കാണാം, ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്, ബട്ട് കാണാനൊക്കെ സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ആ ഒരു ക്ലസ്റ്ററിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഷോയുടെ സസ്പെൻഷനാണ് ഇതിന് വന്നിരിക്കുന്നത്, അതും അത്യാവശ്യം ലോങ് ട്രാവൽ സസ്പെൻഷനും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ ടാങ്ക് കുറച്ച് ചെറുതായിരിക്കും, നിങ്ങൾക്ക് കാണാം. ഒരു സ്മോൾ ടാങ്ക്, ഒരു 10 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ മാക്സിമം. അത് കൂടാണ്ട് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഓൾമോസ്റ്റ് 145 to 150 kg ആ ഒരു റേഞ്ച്, അല്ലെങ്കിൽ 155 kg വരെയാണ് ഈ വണ്ടിയുടെ വെയിറ്റ് പോകാൻ പോണേ. അപ്പോൾ ഇതിന്റെ പ്രൈസിങ് ഏകദേശം 2.5 ലക്ഷം രൂപ എക്സ് ഷോറൂം വരാനുള്ള സാധ്യതയുണ്ട്. പ്രൈസിങ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി ഹോണ്ട നല്ലൊരു പ്രൈസിങ്ങിൽ ഈ ഒരു 300cc കലക്കം വണ്ടി നമ്മളിൽ എത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കിയോ.